ഹായ് ഫ്രണ്ട്സ്, സുറുമിയ സ്വീൻ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പഴയ ഷർട്ടിൽ നിന്നും ഒരു അടിപൊളി സ്കേർട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നൊരു ഐഡിയയുമായിട്ടാണ്. 3 വയസ്സായ കുട്ടികൾക്കുള്ളൊരു സ്കേർട്ടാണ് ഞാൻ ഇന്നിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പഴയ ഷർട്ട് ഉണ്ടെങ്കിൽ അതിന് വെറുതെ കളയണ്ട, എല്ലാവരും ഈ ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, എന്നാലാണ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്നത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും. ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ആദ്യം ഇതിൻ്റെ അളവാണ് എടുക്കാൻ പോകുന്നത്. ആദ്യം ലെങ്ത് ആണ് എടുക്കുന്നത്. അപ്പോൾ 15 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത്. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ വിട്ടാണ്, അപ്പോൾ സ്കെയിൽ വെച്ചൊന്ന് വരച്ചതിന് ശേഷമാണ് വിട്ട് നമ്മളൊന്ന് അളക്കുന്നത്. 11 ഇഞ്ചാണ് വിട്ട് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ആ നടുക്കിൽ വെച്ചതിൻ്റെ 5.5 ഇഞ്ച് നോക്കിയിട്ടാണ്, സെൻറ്റർ നോക്കി അപ്പുറം 11 ഇഞ്ചായിട്ടാണ് അടയാളപ്പെടുത്തേണ്ടത്. അതിനുശേഷം നമ്മൾ ആ ഷർട്ടിൻ്റെ കോർണറിലോട്ട് നമ്മൾ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. 2 സൈഡും ഒരേപോലെ ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ സ്കേർട്ടിനുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പീസ് മാറ്റി വെച്ചു. അതിനുശേഷം അതിൻ്റെ അടിഭാഗം ഒന്ന് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് ഇപ്പോൾ നമ്മുടെ സ്കേർട്ട് പീസ്. 2 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ഫ്രണ്ടും ബാക്കും. എന്നിട്ട് അതിൻ്റെ കൈ, ബാക്കി വന്ന പീസിലെ കൈയാണ് നമ്മൾ കട്ട് ചെയ്യണത്. ആ 2 കൈയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യുന്നത്. ഇതുപോലെ കൈ ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്യണം. ഇതിൽ നിന്ന് നമുക്ക് സ്കേർട്ടിന് ബെൽറ്റ് തയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കയ്യിൽ പീസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 കൈയും ഒരേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ നിന്ന് നമ്മൾ ബെൽറ്റിനുള്ള പീസ് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സ്കെയിലും വെച്ചൊന്ന് നേരെ വരച്ചിട്ട് 3.5 ഇഞ്ച് ആണ് നമ്മൾ ബെൽറ്റിന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 കൈയിൽ നിന്നും 3.5 ഇഞ്ച് വീതിയിൽ നീളത്തിൽ പീസ് കട്ട് ചെയ്യാണ് വേണ്ടത്. രണ്ട് കൈയിൽ നിന്നും 4 പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ബെൽറ്റിന് വേണ്ടി. സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സെൻറ്ററിൽ ഓപ്പൺ ഉള്ള ഭാഗം ആദ്യം കൂട്ടി തയ്ക്കണം.
തയ്ക്കണം. ഇതിന് ശേഷം നമ്മൾ സൈഡ് ജോയിൻ ചെയ്യേണ്ടത്. അതിനു വേണ്ടി നല്ല വശങ്ങൾ തമ്മിൽ ഉള്ളിലോട്ടാക്കി രണ്ട് സൈഡും സ്കേർട്ടിൻ്റെ രണ്ട് സൈഡും ജോയിൻ ചെയ്യാണ് വേണ്ടത്. 1/4 ഇഞ്ച് വിട്ടിട്ടാണ് തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് വിട്ടാണ് നമ്മളിത് ജോയിൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മറ്റേ സൈഡും 1/4 ഇഞ്ചിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം അത് തിരിച്ചിട്ടിട്ട് അതിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്യണം. 2 മടക്ക് മടക്കിയിട്ടാണ് അടിഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ടത്. അടിഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ സ്കേർട്ടിൻ്റെ മുകളിലത്തെ ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് നമ്മൾ മുകളിൽ നിന്നും 1.5 ഇഞ്ച് ആണ് അളവെടുക്കേണ്ടത്. 1.5 ഇഞ്ച് അളവെടുത്തിട്ട് സ്കെയിലിന് ഇതുപോലെ വരച്ചെടുക്കണം. അപ്പം അവിടെ മടക്കി അടിക്കാൻ എളുപ്പമായിരിക്കും. ഇവിടെയാണ് മടക്കി കൊടുക്കണം. ഉള്ളിലത്തെ ഈ ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് മുമ്പ് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എലാസ്റ്റിക് കയറ്റാനുള്ള ഭാഗമാണത്. അപ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇലാസ്റ്റിക് വെക്കേണ്ട ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെക്കാം. ഇലാസ്റ്റിക് 8 ഇഞ്ച് 2 മടക്കിൽ 8 ഇഞ്ചാണ് എടുക്കേണ്ടത്. അതായത് 16 ഇഞ്ച് ഫുൾ നീളം 16 ഇഞ്ച്. ഇനി അതിൻ്റെ ഒരു വശത്ത് പിന്ന് കയറ്റിയിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇടുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെയാണ് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കേണ്ടത്. എന്നിട്ട് ഇലാസ്റ്റിക്കിൻ്റെ 2 തുമ്പും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ലോണം ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ആ 2 ഇഞ്ച് ഭാഗം നമ്മൾ കൂട്ടി തയ്ക്കണം. 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ടല്ലോ, അത് അവിടെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കേർട്ട് പകുതി ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റാണ് വെക്കേണ്ടത്. അതിന് വേണ്ടി 3.5 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയുള്ളൊരു 4 പീസാണ് വേണ്ടത്. അത് ഇതുപോലെ മടക്കിയിട്ട് 4 പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ 4 പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ബെൽറ്റ് ഇടാൻ വേണ്ടിയുള്ള സ്ട്രിപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടി സ്കേർട്ടിൻ്റെ മുകളിൽ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. 2 സൈഡിലും 1.5 ഇഞ്ച് വെച്ച് ബാക്കിലും ഫ്രണ്ടിലും ഒരേ രീതിയിൽ സെയിം അളവിൽ തന്നെ അടയാളപ്പെടുത്തുക. ഇവിടെയാണ് നമ്മൾ ഈ സ്ട്രിപ്പ് പിടിപ്പിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. 4 വശം ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റാണ് തയ്ക്കാനുള്ളത്. ഇത് നമ്മൾ കയ്യിൽ നിന്ന് വെട്ടി മാറ്റിയ പീസാണ്. അപ്പം
ഈ എല്ലാ പീസും തമ്മിൽ ആദ്യം ജോയിൻ ചെയ്തെടുക്കണം. 4 പീസും നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അത് നല്ല വശത്തേക്ക് മറിച്ചിടണം. നമ്മൾ ബെൽറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ തുമ്പത്ത് ഇതുപോലെ ഒന്ന് മടക്കി രണ്ട് സൈഡ് ഉള്ളിലോട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നാലാണ് ബെൽറ്റ് ഫിനിഷ് ആവുള്ളൂ. നമ്മുടെ ബെൽറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബെൽറ്റ് ആ സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബെൽറ്റ് ആ 4 സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു ബൗ ആയിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യണത്. ഇതേപോലെ മടക്കി ഒരു ബൗ പോലെ കെട്ടിക്കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.